أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن يهديكم في ظلمات البر والبحر ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. أمن يبدأ الخلق ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1288 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 63 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن يهديكم في ظلمات البر والبحر ومن يرسل الرياح بشرا بين يدي رحمته أإله مع الله تعالى الله عما يشركون. أمن يبدأ الخلق ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. صدق الله العلي العظيم. സൂറത്തുൻ നംലിലെ 63 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുദീർഘമായ ഒരു ചരിത്ര വിവരണം അല്ലെങ്കിൽ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ചില സംഭവങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ കഴിഞ്ഞതിനെ തുടർന്ന് സൂറത്തുൻ നംലില് അല്ലാഹു വളരെയേറെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന വിധത്തിലുള്ള ചില വിഷയങ്ങൾ പരാമർശിക്കുകയാണ്, ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത്. ഇന്നലെ അതിൻ്റെ ഒരു ഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഒരു അനിവാര്യത എന്ന നിലക്ക് മനസ്സിലാക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രൗഢഗംഭീരമായ യുക്തിതലങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, ആകാശത്തു നിന്ന് മഴ ഇറക്കിയത്, അതുവഴി ഉദ്യാനങ്ങളും തോട്ടങ്ങളും ഉണ്ടാകുന്ന വിധത്തില് ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചത്, അതിനെ അതീവ ഭംഗിയുള്ള ചാരുതയുള്ളതാക്കി മാറ്റിയത്, ഇതൊക്കെ ആരാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു ചോദ്യം.
ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ് ചെയ്തിട്ടുള്ളത് എന്ന ഉത്തരം അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു ഉന്നയിക്കുന്ന ഒരു കാര്യം, അള്ളാഹു ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനോടൊപ്പം അതിൽ പങ്കാളികളായിട്ട് ഏതെങ്കിലും ഇലാഹുകൾ ഉണ്ടായിരുന്നു? ഈ ചെടികളും മരങ്ങളും മുളപ്പിച്ചുണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുണ്ടായിരുന്നില്ലല്ലോ, അത് നിങ്ങൾക്ക് ഉറപ്പല്ലേ എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യം. അതുപോലെ ഭൂമിയെ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒക്കെ അധിവസിക്കാൻ പറ്റുന്ന വിധത്തില് സന്തുലിതത്വമുള്ള, സ്റ്റെബിലിറ്റിയുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഭൂമിയുടെ ഉപരിതലത്തില് അരുവികളെ ഒഴുക്കിയതും ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന വിധത്തിലുള്ള പർവ്വതങ്ങളെ സ്ഥാപിച്ചതും സമുദ്രങ്ങൾക്കിടയില് ഒരു തടസ്സം സൃഷ്ടിച്ചതും ഒക്കെ ആരാണ്? ഈ കാര്യങ്ങളൊക്കെ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമായി ഒരുക്കിയപ്പോ അങ്ങനെ ചെയ്യുന്നതില് അള്ളാഹുവിനോടൊപ്പം വേറെ ഏതെങ്കിലും ഇലാഹുകൾക്ക് പങ്കുണ്ടായിരുന്നോ? ഇതാണ് ചോദിക്കപ്പെടുന്ന മറ്റൊരു കാര്യം. വേറെ ഒരു വിഷയം, ഒരാള് ദുരിതക്കയത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഘട്ടത്തില് സഹായത്തിനായി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ആരാണ് അവന്റെ ആ ദുരിതം നീക്കി കൊടുക്കുന്നത്? അവന്റെ ആ പ്രാർത്ഥനയ്ക്ക്, ആ വിളിക്ക് ഉത്തരം നൽകുന്നത് ആരാണ്? ഭൂമിയില് നിങ്ങൾക്ക് ആധിപത്യവും സ്വാധീനവും നിയന്ത്രണാധികാരവും ഒക്കെ ഉള്ള വിധത്തിൽ നിങ്ങളെ അതിന്റെ പ്രതിനിധികളായി ഭൂമിയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തില് നിങ്ങളെ അങ്ങോട്ട് നിയോഗിച്ചയച്ചത് ആരാണ്? അള്ളാഹുവിനല്ലാതെ മറ്റാർക്കെങ്കിലും ഈ കാര്യത്തില് വല്ല അവകാശവാദവും ഉണ്ടോ? അവരാരെങ്കിലുമാണ് ഇത് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ ഈ പ്രപഞ്ച സംവിധാനത്തിന് കേന്ദ്രീകൃതമായ ഒരു ആസൂത്രണം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ ആസൂത്രണം നിർവഹിച്ചിട്ടുള്ളത് അതിന്റെ വളരെ സൂക്ഷ്മമായ തലം വരെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നിയന്ത്രകനാണ് എന്ന കാര്യം, അങ്ങനെ ഒരു ആസൂത്രണവും നിയന്ത്രണവും ഇല്ലാതെ ഈ പ്രപഞ്ച സംവിധാനം ഈ വിധത്തില് പ്രവർത്തനക്ഷമമാവുകയില്ല എന്ന കാര്യം ആലോചനയുള്ള ഏവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നതില് നിങ്ങളിപ്പോ ആരാധ്യന്മാരായി കൊണ്ട് നടക്കുന്ന വല്ലവർക്കും വല്ല പങ്കുമുണ്ടോ എന്നാണ് അള്ളാഹു ഈ ആളുകളുടെ ചിന്തയെ തട്ടിയുണർത്തുന്ന വിധത്തിൽ ഉന്നയിക്കുന്ന ചോദ്യം. ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകള് സമാനമായ ഇതേപോലെ ഗാംഭീര്യമുള്ള ചിന്തോദ്ദീപകമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളുടെ ഒരു വിശകലനം നമുക്കൊന്ന് നടത്തി നോക്കാം. അമ്മൻ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ നിങ്ങളെ വഴി കാണിക്കുകയുണ്ടായത്, നിങ്ങൾക്ക് വഴി കാണിച്ചു തരികയുണ്ടായത് ആരാണ്? കടലിലും കരയിലും നിങ്ങൾ വഴി അറിയാതെ ഉഴലുന്ന അവസ്ഥ ഉണ്ടായപ്പോ നിങ്ങൾക്ക് വഴി കാണിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് ആരാണ്? പകൽ നേരത്ത് സൂര്യന്റെ പ്രകാശം ഉണ്ടാകും എന്നതുകൊണ്ട് മാത്രം മനുഷ്യന് ദിശയും അവൻ എത്തേണ്ട ലക്ഷ്യവും ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ ഭൂമിയുടെ സംവിധാനത്തിൽ അല്ലാഹു
മനുഷ്യന് ദിശ മനസ്സിലാക്കാൻ, അവന്റെ യാത്രയുടെ ലക്ഷ്യം നിർണയിക്കാൻ ഒക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള പല അടയാളപ്പെടുത്തലുകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റിടത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വഅലാമാത്തിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ. ഭൂമിയുടെ ഉപരിതലത്തിലായിട്ട് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന പല അടയാളങ്ങളും, അത് പർവ്വതങ്ങളാകാം, കുന്നുകളാകാം, മലകളാകാം, അരുവികളാകാം, അതുപോലെ സമുദ്രവും പുഴകളും ഒക്കെ ആവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതിപരമായ അടയാളങ്ങൾ അവന് ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും അതുമായി തട്ടിച്ചുകൊണ്ടും ഒക്കെയാണ് മനുഷ്യൻ ഓരോരുത്തർക്കും എത്തിച്ചേരേണ്ട, അല്ലെങ്കിൽ മനുഷ്യന് ഒരു പ്രത്യേക സ്ഥലം സ്പോട്ട് ചെയ്യാനോ ലക്ഷ്യമിട്ട് അങ്ങോട്ട് പോകാനോ ഒക്കെ സാധിക്കും. ഒരു ഭൂഗോളം വളരെ തരിശായി കിടക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ വളരെ പരന്ന് വിശാലമായി കിടക്കുന്ന, അടയാളപ്പെടുത്തലുകളൊന്നുമില്ലാത്ത, ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത, പ്രകൃതിപരമായ അടയാളങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഭൂമിയുടെ സൃഷ്ടിപ്പുണ്ടായിരുന്നതെങ്കിൽ അത് വളരെ അസാധ്യമായൊരു സംഗതിയാകുമായിരുന്നു. മനുഷ്യന് ദിശ കണ്ടെത്തലും ഒരു സ്ഥാനം നിർണയിക്കലും ഒക്കെ തന്നെ. ഭൂമിയുടെ പ്രതലത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അലാമാത്തുകൾ ധാരാളമുണ്ട്. ഈ അലാമാത്തുകളാണ് വളരെ പൗരാണികമായ കാലം മുതൽ ഇന്ന് വരെ മനുഷ്യൻ കരയിൽ ആയാലും കടലിലായാലും ആകാശത്തിലായാലും സഞ്ചരിക്കുമ്പോൾ അവന് ദിശ നിർണയിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, വളരെ പൗരാണികമായ കാലത്ത് കടൽ യാത്ര നടത്തിയിരുന്ന ആളുകള് പല വൻകരകളെയും തിരിച്ചറിയുന്നതിനുള്ള അടയാളങ്ങൾ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരം അടയാളങ്ങളിൽ പെട്ട ഒന്നാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. മറ്റൊന്നാണ് ശ്രീലങ്ക എന്ന ഒരു ദ്വീപ് രാഷ്ട്രം. വേറെ ഒന്നാണ് നമ്മളുടെ ഹിമാലയ പർവ്വതം. അപ്പൊ ഇങ്ങനെയുള്ള കരയില്, ഭൂമിയുടെ ഉപരിതലത്തിലും കടലിലും ഒക്കെ തന്നെ മനുഷ്യന് ദിശ നിർണയിക്കാനും ലക്ഷ്യം മനസ്സിലാക്കാനും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള ധാരാളം അടയാളങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തുന്ന പല പ്രതിഭാസങ്ങളും അല്ലാഹു ഭൂമിയുടെ ഉപരിതലത്തെ സംവിധാനിക്കുന്നതിന്റെ ഭാഗമായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ആകാശത്തില്, പ്രത്യേകിച്ച് രാത്രി നേരത്ത് മനുഷ്യന് ദിശ അറിയാനും ലക്ഷ്യം കണ്ടെത്താനും ഒക്കെയായി ഉപകരിക്കുന്ന വിധത്തില് നക്ഷത്രങ്ങളെയും അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളൊക്കെ ആയ ഒരു ഘട്ടത്തില് ഒരുപക്ഷെ മനുഷ്യന് ഇത്തരം അടിസ്ഥാനപരമായ അടയാളപ്പെടുത്തലുകൾ പലതും അവന്റെ ശ്രദ്ധയിൽ നിന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് നിർണയിക്കുന്നത് ഈ ഭൂമിയുടെ ഉപരിതലത്തിലും ആകാശത്തിലുമായി അള്ളാഹു വെച്ചിരിക്കുന്ന അടയാളങ്ങളെ ആശ്രയിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ്. അപ്പൊ അള്ളാഹു ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം, ആരാണ് അമ്മ യഹ്ദീക്കും, ആരാണ് നിങ്ങളെ വഴി കാണിക്കുന്നത്, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് ദിശ നിർണയിച്ചു തരുന്നത്? ഈ ളുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ വഴിയറിയാതെ അന്ധകാരത്തില് അകപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യന് കരയിലായാലും കടലിലായാലും വഴി നിർണയിച്ചു കൊടുക്കുന്നത് ആരാണ്? അതിനു വേണ്ട സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ മൂസ അലൈഹിസ്സലാം മദീനയിൽ നിന്ന് കുടുംബസമേതം പുറപ്പെട്ട ഘട്ടത്തില്
ഒരിടത്ത് തീ കാണാനിടയായ സംഭവം, അവിടെ പോയി ഞാനൊരു തീക്കൊള്ളി സംഘടിപ്പിക്കട്ടെ, അതല്ലെങ്കിൽ അവിടെ മനുഷ്യരുണ്ടാവാനിടയുണ്ട്, അവരോട് ആരോടെങ്കിലും ചോദിച്ച് ദിശ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു പോയൊരു കാര്യം നമ്മൾ വായിക്കുകയുണ്ടായി. വളരെ പൗരാണികമായ കാലത്ത് തന്നെ മനുഷ്യൻ ഇങ്ങനെ പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് അവന്റെ സഞ്ചാരം നടത്തിയിരുന്നത് എന്നത് കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു അതിനു വേണ്ട സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മയ്യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ. ആരാണ് കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവനായിട്ട് നിലകൊള്ളുന്നത്? ആരാണ് നിങ്ങളെ മാർഗദർശനം ചെയ്യുന്നത്? ഇനി മറ്റൊരു ചോദ്യം അള്ളാഹു ഉന്നയിക്കുന്നത് വമയുർസിലു റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മതി. തന്റെ കാരുണ്യം പെയ്ത് വീഴുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ പെയ്തിറങ്ങുന്നതിന് മുമ്പായിട്ട് സന്തോഷ വാർത്ത നൽകുവാനായി കാറ്റിനെ അയക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ കാരുണ്യമായിട്ട് മഴ വർഷിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മഴ വർഷിക്കുന്നതിന് മുമ്പായി, മഴ വരുന്നതിനെ സൂചിപ്പിക്കുന്ന വിധത്തില് മഴയുടെ മുമ്പായി കാറ്റ് വീശുന്നു. കാറ്റ് നമുക്ക് അനുഭവപ്പെടുന്നു. കുളിർക്കാറ്റ്, തണുത്ത കാറ്റടിച്ച് വീശുന്ന ഒരു കാര്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. മഴ വരുന്നു എന്ന സന്തോഷ വാർത്ത, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് ആ കാറ്റ് കൊണ്ടുവരുന്നത്. അള്ളാഹു തുടർന്ന് ചോദിക്കുന്നത് അഇലാഹും മഅല്ലാഹ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിട്ട് അള്ളാഹുവിനോടൊപ്പം ആരെങ്കിലും ഉണ്ട് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആ ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കാളികളായിട്ടുള്ള വേറെ ഏതെങ്കിലും ദൈവങ്ങൾ ഈ സംഗതികളിലൊക്കെ പങ്കാളികളായിട്ടുണ്ടോ? അള്ളാഹുവിനോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ. ഈ കൂട്ടര് അള്ളാഹുവിന് സമന്മാരെയും പങ്കുകാരെയും കൽപ്പിച്ചുണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹു വളരെ ഉന്നതനായിരിക്കുന്നു. അള്ളാഹു ഈ ആളുകള് അവന് ശരീക്കുകളുണ്ട് എന്ന് പറഞ്ഞ് അവനെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്നൊക്കെ എത്രയോ ഉന്നതനായിട്ടാണ് അള്ളാഹു നിലകൊള്ളുന്നത്. തആലല്ലാഹു, അള്ളാഹു ഉന്നതനായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു അഅല ആയിരിക്കുന്നു. ഏത് കാര്യത്തിലാണ്? ഈ ആളുകൾ അവനോടൊപ്പം ശരീക്കുകളെ ചേർത്ത് പറയുന്ന ആ കാര്യത്തിൽ നിന്ന് അള്ളാഹു, അതൊന്നും അള്ളാഹുവിനെ ഏശുന്നില്ല. അള്ളാഹു അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതനായിട്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങള് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്, ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതില്, പ്രവർത്തനക്ഷമമാക്കുന്നതില് അള്ളാഹുവിനോടൊപ്പം ഇവര് സ്വീകരിച്ചിരിക്കുന്ന ഈ പങ്കാളികളോ ആരാധ്യന്മാരോ ഒക്കെ ഉണ്ടായിരുന്നു? അതെല്ലാം അള്ളാഹു സ്വന്തം നിലക്ക് ചെയ്തതാണോ? അതൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ ഇലാഹും മഅല്ലാഹ്, ആ ഇലാഹും മഅല്ലാഹ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അള്ളാഹുവിനോടൊപ്പം വേറെ ആരാധ്യന്മാര് വല്ലവരും ഉണ്ടായിരുന്നു? ഇനി അള്ളാഹു മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. അമ്മയ്യബ്ദഉൽ ഖൽഖ്. ഇനി ഇരിക്കട്ടെ, ആരാണ് സൃഷ്ടികർമ്മത്തിന് തുടക്കമിട്ടത്? ആരാണ് ജീവനെ സൃഷ്ടിച്ചിട്ടുള്ളത്? ജീവൻ സൃഷ്ടിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? സുമ്മയുഈദുഹു, പിന്നീട് അതിനെ ഒരു നൈരന്തര്യമായി നിലനിർത്തുകയും ചെയ്തിട്ടുള്ളത്, അത് ആവർത്തിക്കുകയുണ്ടായത് ആരാണ്? ആദ്യമായിട്ട് സൃഷ്ടികർമ്മം നടത്തിയത് ആരാണ്? പിന്നീട് നിരന്തരമായി അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരുടെ
ആസൂത്രണ ഫലമായിട്ടാണ്. ആരാണ് അതിന് വേണ്ട നേതൃത്വം കൊടുക്കുന്നത്? ഇതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ജീവനെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ജീവനുള്ളതിനാണ് നൈരന്തര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നീട് മനുഷ്യന്റെ വംശം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആദ്യത്തെ സൃഷ്ടിപ്പ് നടത്തിയത് ആരാണ്? പിന്നീട് അത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ആരാണ് അതിന് പുറകിലുള്ളത്? ആരുടെ ആസൂത്രണമാണ്? ആരാണ് അങ്ങനെ ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചുണ്ടാക്കിയ ഏകനായ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവാണോ? അതല്ല ഈ കാര്യം ചെയ്യുന്നതില് ഇവര് സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങൾക്കൊക്കെ വല്ല പങ്കാളിത്തവും ഉണ്ടോ? ഇതാണ് ചോദ്യം. അമ്മയ്യബുദ ഉൽ ഖൽഖ്, ആരാണ് സൃഷ്ടികർമ്മം തുടങ്ങിയിട്ടുള്ളത്? ജീവനെ ഉൽപ്പാദിപ്പിച്ച, ജീവനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ് ആദ്യമായിട്ട്? തുമ്മയൊഴിതുഹു, പിന്നെ അതിനെ ആവർത്തിച്ച് നിരന്തരമായി അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഇനി മറ്റൊരു ചോദ്യം, വമയ്യർസുഖുക്കും മിനസ്സമാഇ വൽ അർള്, വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നുമായിട്ട് നിങ്ങൾക്കുള്ള റിസ്ഖ്, നിങ്ങൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആരാണത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? വമയ്യർസുഖുക്കും, ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അന്നപാനീയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്? മിനസ്സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട്. ആകാശത്തിൽ നിന്ന് അള്ളാഹു നമുക്കുള്ള റിസ്ഖായിട്ട് മഴ ഇറക്കി തരുന്നുണ്ട്. ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് നമുക്ക് വേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചോദ്യം ഇതാണ്, ആരാണ് ആകാശത്ത് നിന്നും മണ്ണിൽ നിന്നുമായി ഭൂമിയിൽ നിന്നുമായി നിങ്ങൾക്ക് വേണ്ട അന്നപാനീയങ്ങൾ ഒരുക്കി തരുന്നത്? ആകാശത്ത് നിന്ന് തരുന്ന റിസ്ഖില് വളർന്ന് വലുതായ വടവൃക്ഷങ്ങളിലും വലിയ മരങ്ങളിലും ഒക്കെ ആയിട്ട് കായ്ച്ചു തൂങ്ങുന്ന കായ്കനികളും ഫലങ്ങളും ഒക്കെ സൂചിപ്പിക്കപ്പെടുന്നുണ്ടാവണം. അതുപോലെ ആകാശത്തില് ഉള്ള പറവകളും മനുഷ്യന് ഭക്ഷണയോഗ്യമായ പറവകളോ അതുപോലെയുള്ളതൊക്കെയും അതിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ടാവണം. ആകാശങ്ങളിലും ഭൂമിയിലുമായിട്ട്, വിണ്ണിലും മണ്ണിലുമായിട്ട് മനുഷ്യന് അള്ളാഹു ഭക്ഷ്യവിഭവങ്ങള് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരാണത് ചെയ്തിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. വമയ്യർസുഖുക്കും, ആരാണ് നിങ്ങൾക്ക് അന്നപാനീയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്? മിനസ്സമാഇ വൽ അർള്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട്, വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നുമായിട്ട്. ആ ഇലാഹും അള്ളാഹുവിനോടൊപ്പം ഇക്കാര്യം നിർവഹിക്കുന്നവനായിട്ട് വല്ല ഇലാഹും ഉണ്ടോ? ആ ഇലാഹും അള്ളാഹ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പ്രവാചകരെ അവരോട് ചോദിക്കുക, അല്ലെ അവരോട് പറയുക, ഖുൽ ഹാതു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരും, തെളിവ് ഹാജരാക്കും. നിങ്ങളുടെ ഈ ഇലാഹുകള് ഈ കാര്യങ്ങളിലൊക്കെ പങ്കാളികളാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരും. ഇത് പറയുമ്പോ നമ്മുടെ ഗ്രൂപ്പിലെ ചിന്മയെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും, അള്ളാഹുവാണ് ഇത് ചെയ്യുന്നത് എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന്. പ്രത്യക്ഷത്തിൽ വളരെ ന്യായമായ ചോദ്യമായിട്ട് നമുക്ക് തോന്നിയെന്നും വരും. എന്നാൽ വസ്തുത യുക്തിയുടെ തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അൺസീനായ ദൈവമാണ്, വിസിബിൾ അല്ല, നമുക്ക് കാണാൻ കഴിയുന്നവനല്ല. ഈ പരാമർശിക്കപ്പെടുന്ന ദൈവങ്ങളൊക്കെ ഒരു തുടക്കമുള്ളവരും ഒരു ഒടുക്കമുള്ളവരും നമുക്ക് കാണാൻ കഴിയുന്നവരും ഒക്കെയാണ്. ഈ കാണാൻ കഴിയുന്ന ദൈവങ്ങള് എന്നുണ്ടായി, അവരെന്തൊക്കെ ചെയ്തു എന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ആരാധകർക്ക് അറിയാം അവരെന്നാണ് ജനിച്ചത്,
എന്തൊക്കെയാണ് അവരുടെ കാലഘട്ടത്തിൽ ചെയ്തത്, പിന്നെ എന്താണ് സംഭവിച്ചത്, അവരെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഈ ആരാധിക്കപ്പെടുന്ന അള്ളാഹു അല്ലാത്ത ഈ മൂർത്തികളൊന്നും തന്നെ ഈ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രവർത്തനം അവർക്കുണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതവും അവരുടെ സ്വത്വവും അസ്തിത്വവും അവരുടെ കാലഘട്ടവും ഒക്കെ പഠന വിധേയമാക്കാൻ കഴിയുന്ന വിധത്തില് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അവരാരും അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്, ഈ പറയപ്പെട്ട സംവിധാനങ്ങളൊക്കെയും ഉണ്ട്. അതാരോ ഒരാള് ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ എന്ത് പേര് അവന് വിളിച്ചാലും, എക്സ് എന്ന് വിളിച്ചാലും വൈ എന്ന് വിളിച്ചാലും, അതൊക്കെ നല്ല പേരുകളാണെങ്കിൽ അതൊക്കെയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനുള്ള പേരുകൾ തന്നെയാണ്. ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, എല്ലാ ഉത്കൃഷ്ട നാമങ്ങളും അവനുള്ളതാണ്. അതുകൊണ്ട് പേരല്ല വിഷയം. ഇവിടെ നമുക്ക് എക്സ് എന്ന് പേര് കൊടുത്തുകൊണ്ടോ വൈ എന്ന് പേര് കൊടുത്തുകൊണ്ടോ ഒരു പ്രതിഭാസത്തെ അടയാളപ്പെടുത്താം എന്ന് വെക്കാം. ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, മഴ ഇറക്കിയത്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട് നമുക്ക് ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിച്ചു തന്നത്, അതുപോലെ ദിശ നിർണയിക്കുന്നതിന് വേണ്ട അടയാളങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്, ആകാശത്തിലും ഭൂമിയിലും കരയിലും കടലിലും നമുക്ക് മാർഗദർശനം ചെയ്യുന്നതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെയും തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ചെയ്തു വെച്ചതാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. കാരണം ഈ പേരിട്ട് വിളിക്കപ്പെടുന്ന പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും തന്നെ അങ്ങനെ ഒരു കാര്യവും ചെയ്തതായിട്ട് ആർക്കും അറിയില്ല. അത് സാധിക്കുന്നവരുമായിരുന്നില്ല അവരൊന്നും തന്നെ. അവർക്കൊരു ചരിത്രമുണ്ട്, അത് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഒരു തുടക്കവും ഒടുക്കവുമുള്ള പ്രതിഭാസങ്ങളാണ് അതൊക്കെയും തന്നെ. എന്നിട്ട് അവരുടെ കാലഘട്ടത്തിൽ അവരങ്ങനെ ചെയ്തതായിട്ട് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? അങ്ങനെയില്ല. അവരുൾപ്പെടെയുള്ളവയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ എക്സോ വയ്യോ ഒക്കെയാണ്. അതിന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെയോ നിങ്ങളുടെ നന്മയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ഉള്ള പേരുകളായിരിക്കും നിങ്ങൾ വിളിക്കുക. അവൻ സ്വയം സ്വീകരിച്ച പേരുകളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതൊക്കെയും തന്നെ. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ആരാണ് സൃഷ്ടികർമ്മത്തിന് തുടക്കമിട്ടത്? ജീവനെ സൃഷ്ടിച്ചത് ആരാണ്? പിന്നീട് അത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? ഒരുപാട് ആലോചനയും ചിന്തയും ഒക്കെ കടന്നു ചെല്ലാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു ആശയമാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, സൃഷ്ടിപ്പിന്റെ തുടക്കം, ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് മനുഷ്യൻ ധാരാളമായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത്യത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ജീവന്റെ സൃഷ്ടിപ്പ് എങ്കിൽ ഒരിക്കലും തന്നെ ജീവൻ എന്നത് നമ്മൾ ഒരൊറ്റ ജീവിയിൽ പരിമിതപ്പെട്ടിട്ടല്ല കാണുന്നത്. ലക്ഷക്കണക്കിനാണ് ജീവജാലങ്ങൾ ഭൂമുഖത്തുള്ളത്. വിവിധങ്ങളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്പീഷീസ്, ജീവിവർഗങ്ങള് ലക്ഷക്കണക്കിനുണ്ട്. അതുപോലെ ലക്ഷക്കണക്കിനുണ്ട് സസ്യവർഗങ്ങൾ. ജീവിവർഗങ്ങള് കണക്കാക്കപ്പെടുന്നത് 10 ലക്ഷത്തിലേറെ ഉണ്ട് എന്നാണ്. 2 ലക്ഷത്തിലേറെ സസ്യവർഗങ്ങളും ഉണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്, വെളിപ്പെടുത്തുന്നത്. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണിത്. ജീവൻ ഇത്രയും വൈവിധ്യമുള്ള വിധത്തില് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നത്, ജീവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു വിവിധങ്ങളായ ഘടനയിലും രൂപത്തിലുമായിട്ട്, അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇനി അതിനേക്കാൾ അത്ഭുതകരമാണ് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിനൊരു നൈരന്തര്യം നൽകപ്പെട്ടിരിക്കുന്നു എന്നത്. ആദ്യമായിട്ടൊരു
ചക്ക കായ്ക്കുന്ന പ്ലാവ് ഉണ്ടാക്കുക എന്നൊരു കാര്യം, ഓക്കെ, അതുണ്ടായി എന്ന് വെക്കുക. അത് നിരന്തരമായി വംശവർധന ഉണ്ടാകുന്നു, അതിൽ നിന്ന് പുതിയ പുതിയ തലമുറകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നത് ഇത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു സജ്ജീകരണവും ഒരു സംവിധാനവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവജാലങ്ങള് ഒരു ആനയെ സൃഷ്ടിച്ചത് നമുക്ക് സങ്കല്പിക്കാം. രണ്ടാനകള് ചേർന്ന് ഒരു വംശപരമ്പര ഉണ്ടായി വരുന്നത് നമുക്ക് അതിനേക്കാൾ അത്ഭുതകരമായ ഒരു പ്രക്രിയയായിട്ട് കാണാൻ സാധിക്കും. ബീജസങ്കലനം നടക്കുന്നതും അതൊരു ശിശുവായി രൂപപ്പെടുന്നതും അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഇടം നൽകപ്പെട്ടതും അവിടെ വെച്ച് അത് വളർച്ച നേടുന്നതും വളർച്ച പ്രാപിച്ച് അത് പുറത്തു വരുന്നതും മറ്റൊരു സൃഷ്ടിപ്പായി പൂർണ്ണമായി സ്വതന്ത്രമായ ഒരു സൃഷ്ടിയായിട്ട് അത് മാറുന്നതും ഒക്കെ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണിത് ചെയ്തത് കൂട്ടരെ? നിങ്ങളെ അള്ളാഹുവിനോടൊപ്പം ചേർത്ത് വെച്ച് ആരാധിക്കുന്ന ശരീക്കുകളിൽ ആർക്കെങ്കിലും ഇതിലൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഇനി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. യുക്തിയുടെ അടിസ്ഥാനത്തിൽ തെളിവ് കാണാനും പരിശോധിക്കാനും ഒക്കെ പറ്റുന്നത് തന്നെ വേണം. കാരണം നിങ്ങളെ ആരോപിക്കുന്ന, ദിവ്യത്വം ആരോപിക്കുന്നവർക്കൊക്കെ ഏതോ രൂപത്തിലുള്ള ഒരു അസ്തിത്വമുണ്ട്, കാണാൻ കഴിയുന്ന, അതിനൊരു ചരിത്രമുണ്ട്, അറിയാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട്, ഒരു തുടക്കമുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമുള്ളവ അവയുടെ ചരിത്രഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് വല്ല തെളിവും ഹാജരാക്കാൻ പറ്റുമോ? എന്നാൽ അള്ളാഹുവിന്റെ കാര്യം അങ്ങനെയല്ല. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു വഴി നമ്മുടെ മുന്നിൽ അവന്റെ സൃഷ്ടിപ്പിലൂടെ മാത്രമാണ്. അവന്റെ സൃഷ്ടിജാലങ്ങളാണ്, അവന്റെ അസംഖ്യം ദൈവിക പ്രതിഭാസങ്ങളായിട്ട് അവനിവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നവയുടെ അടിസ്ഥാനത്തിലാണ് ഇവയുടെയൊക്കെ സൃഷ്ടാവ് എന്ന നിലക്ക് നാം അള്ളാഹുവിനെ തിരിച്ചറിയുന്നത്. ആ സൃഷ്ടാവ് നിങ്ങളിപ്പോ ശരീക്കുകളായി കൊണ്ട് നടക്കുന്നവരല്ല എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. കാരണം നിങ്ങളുടെ ശരീക്കുകൾക്കൊക്കെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അവരാരും ആകാശം സൃഷ്ടിച്ചിട്ടില്ല, ഭൂമി സൃഷ്ടിച്ചിട്ടില്ല, ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. കാരണം ആകാശവും ഭൂമിയും ഒക്കെ അവരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ അതിലെ പ്രതിഭാസങ്ങളായ ജീവനും ജീവന്റെ നൈരന്തര്യവും ഒക്കെ ആണെങ്കിൽ അതിലൊന്നും അവർക്കൊരു പങ്കുമില്ല. കാരണം അവരൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെ ഇവിടെ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവരൊന്നുമല്ല അതിനെ സൃഷ്ടിച്ചത് എന്നത് ഉറപ്പായല്ലോ. പിന്നെ ഇതിനൊക്കെ സജ്ജീകരിച്ചു വെച്ചിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്ന കാര്യവും ബോധ്യമാണല്ലോ. ആ ശക്തിക്ക് നിങ്ങൾ ഒരു പേരിട്ടോളൂ. അത് എന്ത് പേരായാലും നല്ല പേരാണെങ്കിൽ അവൻ സ്വീകരിക്കും. കാരണം ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഉത്കൃഷ്ടമായ സകല നാമങ്ങളും അവന്റേതാണ്. അവൻ സ്വീകരിച്ച നാമങ്ങളാണ്. അവൻ സ്വയം പരിചയപ്പെടുത്തി തന്നിട്ടുള്ള നാമങ്ങളാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്. അപ്പോ ഈ അദൃശ്യനായ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് നാം അവനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ദൃശ്യരായ ദൈവങ്ങൾ എന്ന് നിങ്ങൾ സങ്കല്പിച്ച് കൊണ്ടു നടക്കുന്നവ, അവർക്ക് ഈ പ്രതിഭാസങ്ങളിൽ, ഈ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് നിങ്ങൾക്ക് അവകാശവാദമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളാണ് തെളിവ് ഹാജരാക്കേണ്ടത്. എപ്പോഴെങ്കിലും ഇന്ന വിഗ്രഹം എന്തെങ്കിലും ഇന്ന കാര്യം ചെയ്തതായിട്ട് കാര്യകാരണ സഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പോ ഹാത്തു ബുർഹാനക്കും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവ് കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ്, പ്രവാചകരെ ഇങ്ങനെ പറയും, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ അദൃശ്യം അറിയുകയില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ വാനലോകങ്ങളിലും അതുപോലെ ഭൂമിയിലുമായിട്ട് ഉള്ള ഒരാൾക്കും ഒരു പ്രതിഭാസത്തിനും തന്നെ അതിഭൗതികമായ കാര്യങ്ങൾ അറിയുകയില്ല.
ഗൈബ് അറിയുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ തെറ്റിദ്ധാരണയിലായി അള്ളാഹുവിന്റെ പ്രവാചകന് ഗൈബ് അറിയാം, അദൃശ്യമായ അതിഭൗതികമായ കാര്യങ്ങൾ അറിയാമെന്ന് പലരും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ് ചെയ്തത്. അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാത്ത യാതൊന്നും എനിക്കറിയില്ല, അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് അറിയില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഒന്നും അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തത് അറിയും എന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള യാതൊന്നും അറിയുകയില്ല. അള്ളാഹുവിന് മാത്രമാണ് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ്. ആകാശങ്ങളിലും ഭൂമിയിലുമായുള്ളവർക്ക് ആർക്കും തന്നെ അദൃശ്യമോ അതിഭൗതികത എന്ന് പറയാവുന്ന തരത്തിലുള്ള സംഗതികളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യകാരണ സഹിതമുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അവർക്കൊന്നും അറിയില്ല. ഭാവി വർത്തമാനങ്ങളിലും മറഞ്ഞുകിടക്കുന്ന പലതും അതൊന്നും ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും അറിയുന്നതല്ല, അള്ളാഹു അല്ലാതെ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഇനി ഇവരൊക്കെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നത് എപ്പോഴാണ് എന്ന കാര്യം പോലും അവർക്കറിയില്ല. ഇവരുടെ ആരാധ്യന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഇവരാരാധിക്കുന്ന ഇവരുടെ ആരാധ്യന്മാര്, ഇലാഹുകള്, ശരീക്കുകളൊക്കെ ഉണ്ടല്ലോ, അവര് തന്നെയും എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നത് എന്ന കാര്യം പോലും അവർക്കറിയില്ല. ഗൈബ് അറിയുന്നത് പോട്ടെ, ഞാൻ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നത് എന്ന കാര്യം പോലും എനിക്ക് അറിയില്ല. എന്നിട്ടാണോ ഞാൻ ആരാധ്യനാവുന്നത്? എന്നിട്ടാണോ ഞാൻ ശരീക്കും ഇലാഹും ഒക്കെ ആവുന്നത്? ഇതാണ് ചോദ്യം. ഗൈബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ആകാശഭൂമികളിലുള്ള ഒരാൾക്കും തന്നെ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ ഗൈബ് അറിയുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഇത് ഇസ്ലാമിന് വെളിയിലുള്ള ഗൈബ് അറിയുന്നവരെന്ന് സങ്കല്പിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള പല ജീർണതകളുടെ, വിശ്വാസപരമായ ജീർണതകളുടെ പശ്ചാത്തലത്തിൽ കൂടി ഈ ആയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പല ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന പലർക്കും പല ഗൈബും അറിയുമെന്ന് പറഞ്ഞു നടക്കുന്ന മൊയ്ലാക്കന്മാരെയും അതുപോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ആകാശഭൂമികളിലുള്ള ഒരാൾക്കും തന്നെ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ ഗൈബ്, അദൃശ്യമായത് അതിഭൗതികമായത് അറിയുകയില്ല. അവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം പോലും അവർക്കറിയുകയില്ല. എന്നിട്ടാണോ പിന്നെ അദൃശ്യമായത് പറഞ്ഞു തന്ന് നിങ്ങളെ സഹായിക്കാൻ അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അത് സമൂഹത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ജീർണതകളുടെ ഭാഗമായിട്ട് മാത്രം കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിനെ വെച്ചുകൊണ്ട് പൗരോഹിത്യം ആളുകളെ ചൂഷണം ചെയ്യാനും പണമുണ്ടാക്കാനും സ്വാധീനം നേടാനും ജനങ്ങളെ കൂടെ നിർത്താനും ഒക്കെ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത. ഏതെങ്കിലും ജീവിച്ചിരിപ്പുള്ളതോ മരിച്ചുപോയതോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേരിൽ ഇങ്ങനെയുള്ള അസാധാരണമായ സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, അവൻ അള്ളാഹുവിന്റെ ദീനല്ല, വ്യാജമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഭൗതികമായ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോ പറയുക, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും തന്നെയും ഗൈബ് അറിയുകയില്ല. എപ്പോഴാണ് അവര് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന കാര്യവും, എപ്പോഴാണ് അവര് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ പോകുന്നത് എന്ന കാര്യവും അവർക്കറിയുകയില്ല. ഓരോരുത്തരുടെയും പരിമിതിയാണ് അത് വെളിപ്പെടുത്തുന്നത്. ആരും ദിവ്യത്വം അവകാശപ്പെട്ടുകൊണ്ട് തനിക്ക് അസാധാരണമായ അങ്ങനെയുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരേണ്ടതില്ല. അങ്ങനെ ഒന്നില്ല എന്നാണ് അള്ളാഹുവിടെ
വ്യക്തമാക്കുന്നത്. ചിലരൊക്കെ വ്യാഖ്യാനപരമായിട്ട് അതിനെ ശരിയാണെന്ന് കൊണ്ടുവരാനൊക്കെ പലതും പല വാദങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരും. അള്ളാഹു ഒരാൾക്ക് അങ്ങനെയുള്ള സിദ്ധി നൽകിയാലോ എന്നൊക്കെയുള്ള. അള്ളാഹു അങ്ങനെ സിദ്ധി നൽകുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അത് പ്രവാചകന്മാർക്കുള്ള മുഅ്ജിസത്തായിട്ട്, അതുപോലെ ചില ചരിത്രപരമായ ഇടപെടലുകൾ നടത്തേണ്ട വിധത്തിലുള്ള ആ റോള് വഹിച്ചിരുന്ന ആളുകൾക്ക് ചില ഘട്ടങ്ങളിൽ അസാധാരണമായ ചില സഹായങ്ങൾ നൽകിയിരുന്നു എന്നതൊഴിച്ചു നിർത്തിയാൽ അതൊന്നും തന്നെ എന്തെങ്കിലും അവരുടെ സിദ്ധിയായിട്ടോ കഴിവായിട്ടോ അങ്ങനെ കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ ആയിരുന്നില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരു സംഗതിയും ഒരാൾക്കും അറിയുകയില്ല. ആർക്കും അത് കച്ചവടം ചെയ്യാൻ പറ്റുന്ന വിധത്തില് പ്രയോജനപ്പെടുത്താൻ എന്നും കയ്യിലുള്ള ഒരു സിദ്ധിയായിട്ട് കൊണ്ടു നടക്കാനും സാധ്യമല്ല. അത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ നംലിലെ 63 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.